ഹായ് ഹലോ വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു എഗ്ഗിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് എഗ് ബുർജി. ഇപ്പോൾ മീനും ഇറച്ചിയൊക്കെ കിട്ടാതിരിക്കുന്ന സമയത്ത് മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മുട്ട വെച്ചിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ പറ്റിയൊരു കോമ്പിനേഷനായിട്ടൊരു എഗ് ബുർജി നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതാ നമ്മളുടെ എഗ് ബുർജിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 മുട്ട ആദ്യം പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള കൊത്തി അരിഞ്ഞത്, ഒരു 3 അല്ലിയോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പിടി തേങ്ങ, അതായത് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1/4 മുറി തക്കാളി അതും ചെറുതാക്കി തന്നെ അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ഒരു തണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി വെക്കുക. അത് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, ഓയിലാണെങ്കിൽ ഓയിൽ, നിങ്ങൾക്ക് ഏതാ സൗകര്യം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂണോളം ആയിക്കോട്ടെ. പിന്നെ അതിലേക്ക് ഇത്തിരി കടുക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ച എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറായി. എന്തൊക്കെയാണ്? സവോള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ വക ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വാടി വരണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ നോക്കുക, എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുള്ളൂ. അല്ലെങ്കിൽ മുകളിൽ മാത്രം ഇങ്ങനെ കിടക്കും, എണ്ണയിൽ ബാക്കി അടിഭാഗമൊക്കെ നന്നായിട്ട് വഴന്ന് വരികയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇതേപോലെ അങ്ങോട്ട് കറക്റ്റ് ഇങ്ങനെ വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇഷ്ടമില്ല വെച്ചെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. സാധാരണയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല, പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി അതും ചേർത്ത് കൊടുത്തു. ഇനി ഇത്തിരി പറഞ്ഞ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ച് കൊടുക്കുക, ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ അതെല്ലാം മൂത്ത് വന്നു. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുട്ടയിലൊന്നും ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതിലാണ് ഡയറക്റ്റ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. മുട്ടയിൽ ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കുരുമുളക് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടി. ഇനി നടുഭാഗം ഒന്ന് മാറ്റി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ മുട്ട കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ അടിക്കില്ലേ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഉപ്പ് ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ഈ മുട്ടയ്ക്ക് അനുസരിച്ച് ഉപ്പ് ചേർക്കാനും മറക്കണ്ട. നമ്മളുടെ മുട്ടയും സവാളയും അതിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ചിക്കി പൊരിച്ച് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ഇനി വേണമെങ്കിൽ ഈ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചേർക്കാറൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കും. നോൺ സ്റ്റിക്കൊക്കെ അടിപിടിക്കില്ല, എന്നാലും സാധാരണ ചീനച്ചട്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചെങ്കിലേ പെട്ടെന്ന് തന്നെ അത് പുകയാൻ തുടങ്ങും, ആ സൈഡൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ തന്നെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. കാരണം ഈ വെളിച്ചെണ്ണയുടെ മണവും നമ്മളുടെ ഈ നാടൻ മുട്ടയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ നാടൻ മുട്ട തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. പുറമേ നിന്നുള്ള ബ്രോയിലർ ചിക്കൻ്റെ മുട്ടയൊന്നും എടുക്കണില്ല. അപ്പോൾ അത് അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ എന്തായാലും നോൺ വെജ് കുറവാണ്, മീനും കിട്ടണില്ല, ഇറച്ചിയും ഒന്നും കിട്ടണില്ല. അപ്പോൾ ഈ മുട്ട തന്നെയാണ് ശരണം. അപ്പോൾ ഇതുപോലെ ഓരോരോ വെറൈറ്റി പരീക്ഷ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. എന്നും ഈ ഓംലെറ്റും കൊത്തിപ്പൊരിച്ചതൊക്കെ ആകുമ്പോഴും അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. പുഴുങ്ങിയതൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ വെറൈറ്റി ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഇല്ല എന്നല്ല പറയുന്നത്, അറിയാത്തവർക്ക് ഉപകരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇത് ഡ്രൈ ആയി വന്നു, സംഭവം റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചോറിനുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ്: മുട്ട, രസം, പരിപ്പ് കറി.